പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ പേയിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ആ പുതിയ ഫീച്ചർ എങ്ങനെയാണ് മുന്നോട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ലാസ്റ്റ് വരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വിശദമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തായിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഗൂഗിളിൻ്റെ ഈ പുതിയ ഫീച്ചർ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെ UPI സർക്കിളിൽ, അതായത് 5 പേരെ വരെ മാക്സിമം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യമേ കാണിക്കാം. അപ്പോൾ ഇത് 2 മൊബൈൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോക്കറ്റ് മണി ആരാണോ കൊടുക്കുന്നത്, അപ്പോൾ ആ മൊബൈലാണ് ഇവിടെ ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് പോക്കറ്റ് മണി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നമുക്ക് സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്ന് പറഞ്ഞതിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ നമുക്കിവിടെയായിട്ട് നമുക്ക് ഏത് മൊബൈലിലേക്കാണോ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, അതായത് പോക്കറ്റ് മണി ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ നമ്പർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഷോ ചെയ്ത് കാണിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ഇവിടെ അടിച്ചപ്പോൾ തന്നെ ഇവിടെ നമുക്ക് നമ്പർ ഇവിടെ ഷോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതപ്പം അങ്ങാടിക്കൽ പ്രകാശ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഷോ ചെയ്ത് കാണിക്കത്തില്ല. അക്കൗണ്ട് ഇല്ലാത്ത, അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നമ്പർ, ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് കാണിക്കത്തില്ല. ഓക്കെ, അതായത് ഗൂഗിൾ പേ ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഷോ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോ ചെയ്യത്തില്ല. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നമ്പറുകളുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ ആ QR കോഡ്, ആ നമ്പർ ഏത് നമ്പറിലോട്ടാണോ നമ്മൾ പോക്കറ്റ് മണി കൊടുക്കേണ്ടത് ആ നമ്പറിൻ്റെ QR കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ ഇവിടെയായിട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് കൺഫേം എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക. കൺഫേം എന്നുള്ളിടത്ത് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് 2 ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു 5000 രൂപയോ 10000 രൂപ, അത് ഏത് എമൗണ്ട് വേണേലും നമ്മൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് മന്ത്ലി ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ടുള്ള, സെലക്ട് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത്രയും എമൗണ്ട് ഉപയോഗിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, മന്ത്ലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, അത്രയും എമൗണ്ട് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഫിക്സ് എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ, അതായത് ഈ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട്, അതായത് നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്യുകയല്ല, നമ്മൾ അവിടുന്ന് റിക്വസ്റ്റ്, നമുക്ക് ഇന്ന എമൗണ്ട് വേണമെന്നുള്ള റിക്വസ്റ്റ് വരുമ്പോൾ ആ എമൗണ്ട് അത് നമ്മൾ സാധാരണ ഗൂഗിൾ പേ ചെയ്യുന്ന മാതിരി തന്നെ അന്നേരം ചെയ്ത് വിടുകയാണ്. ആ ഒരു എമൗണ്ടിൻ്റെ റിക്വസ്റ്റ് വരും, ഇത്ര രൂപ റിക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, എൻ്റെ ഇവിടെയായിട്ട് ഞാനിപ്പോൾ ഈ 2ാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2ാമത്തെ ഓപ്ഷൻ ഞാനിവിടെ അത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകമായിട്ടൊരു കാര്യം ഓർക്കേണ്ടത്, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഇതേമാതിരി ചെയ്തു മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. ഈ ഒരു ഓപ്ഷനെല്ലാം വരും ഇതേമാതിരി തന്നെ, ഈ 2 ഓപ്ഷൻ ഇതെല്ലാം വരും ഇതേമാതിരി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ഇൻവൈറ്റ് എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 30 മിനിറ്റ് സമയം ആണ് ഇൻവൈറ്റിനുള്ളത്. അപ്പോൾ ഇവിടെ ഡൺ എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 30 മിനിറ്റത്തെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മൊബൈൽ, അതായത് നമ്മൾ പോക്കറ്റ് മണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ മൊബൈലാണ് ഇനി ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അതപ്പോൾ ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മൊബൈലിൽ നമുക്ക് നോക്കാം ഇൻവൈറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഇവിടെയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്, ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് അക്സെപ്റ്റ് UPI സർക്കിൾ എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓപ്പൺ ഇൻവൈറ്റ് എന്നുള്ളതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയായിട്ട് ഒന്ന് ഓപ്പൺ ഇൻവൈറ്റ് എന്നുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ ജോയിൻ UPI സർക്കിൾ എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെയായിട്ട് ജോയിൻ UPI സർക്കിൾ എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെയായിട്ട് നമുക്ക് ഗോട്ട് ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും
ദേ അപ്രൂവ് എവരി പേയ്മെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇവിടെ പ്രകാശ് ടി കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു മൊബൈലിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതായത് ഈ UPI സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ മൊബൈൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൊബൈൽ തന്നെ നമ്മൾക്ക് മുന്നോട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഗൂഗിൾ പേ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെയായിട്ട് പേ എനിവൺ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെയായിട്ട് പേ എനിവൺ എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമ്മൾ ഏത് നമ്പറിലേക്കാണോ പേയ്മെൻറ്റ് നമ്മൾ അയക്കേണ്ടത് ആ ഒരു നമ്പർ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് പേ എന്നുള്ളിടത്ത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക. പേ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് സാധാരണ ചെയ്യുന്ന ഗൂഗിൾ പേ ചെയ്യുന്ന മാതിരി തന്നെയാണ്. എന്നിട്ട് നമ്മൾ എമൗണ്ട് കൊടുക്കണം. എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇവിടെ ഒരു 5 രൂപ ഞാനിവിടെ. അപ്പോൾ നമ്മളിങ്ങനെ 5 രൂപ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ആരോ മാർക്കിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിവിടെ നമ്മൾ ബാങ്കിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ ഗൂഗിൾ പേ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബാങ്കിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത്. അഥവാ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ വരത്തില്ല, ബാങ്കിൻ്റെ ഇത് വരത്തില്ല. അപ്പോൾ നമുക്ക് UPI സർക്കിളിൻ്റെ ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന നമ്പറാണ്, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കാണിച്ചിട്ടുള്ള എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ മാർക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് UPI സർക്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പേര് കാണിച്ചിട്ടുണ്ട്, പ്രകാശ് ടി കെ എന്നും പറഞ്ഞുകൊണ്ട് പേര് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് അഥവാ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇല്ലാത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് UPI സർക്കിൾ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇത് കണക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. ഈ രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പം ബാങ്കിൻ്റെ ഇത് കാണിക്കത്തില്ല, ബാങ്കിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്പം നമ്മൾക്ക് ബാങ്കിൻ്റെ ത്രൂ അല്ല നമ്മൾ അയക്കേണ്ടത് അല്ലേ. നമ്മളപ്പം താഴെയായിട്ട് കാണിച്ചിട്ടുള്ള UPI സർക്കിളിലോട്ട് ഒന്ന് ടച്ച് ചെയ്യുക. അവിടോട്ടൊന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ പ്രത്യേകമായിട്ട് ഓർക്കുക, ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു 2 ഓപ്ഷൻ വന്നിട്ടുള്ളതെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതപ്പം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേളത്തെ ഇപ്പം ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന UPI സർക്കിൾ എന്നുള്ളത് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ UPI സർക്കിളിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇത് കണക്ക് റിക്വസ്റ്റ് പ്രകാശ് ടി കെ ടു പേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആരുടെ പേരാണോ അത് ഇത് കണക്ക് തന്നെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള താഴെ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതിലോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇങ്ങനെ റിക്വസ്റ്റ് സെൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. റിക്വസ്റ്റ് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ റിക്വസ്റ്റ് പോയിട്ടുള്ളത് അപ്പം നമ്മൾ മറ്റേ അടുത്ത മൊബൈലാണ് നമുക്ക് നോക്കേണ്ടത്. അതിലോട്ട് റിക്വസ്റ്റ് പോയിട്ടുള്ളത് അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത മൊബൈൽ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പം തന്നെ നമുക്ക് ഇവിടെയായിട്ട് വെയിറ്റിംഗ് പേ ₹5 എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പേ നൗ എന്നും പറഞ്ഞുകൊണ്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പേ നൗ എന്നുള്ളിടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കണ്ടിന്യൂ ടു പേ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് നമ്മൾ സാധാരണ ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതേമാതിരി തന്നെ നമ്മൾ പിൻ നമ്പറൊക്കെ അടിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഇനി മുന്നോട്ട് ഈ സീക്രട്ട് പിന്നൊക്കെ നമ്മൾ അടിക്കുന്നതൊന്നും ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അതെല്ലാം ഇവിടെ മായ്ച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സൗണ്ട് ഇപ്പോൾ നിങ്ങളിവിടെ പേയ്മെൻ്റ് ആയതിൻ്റെ സൗണ്ട് കേട്ടല്ലേ. അപ്പോൾ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ പേയ്മെൻ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് അവിടെ നമുക്കൊന്ന് നോക്കാം. ആ മൊബൈലിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ മൊബൈലിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് ഇവിടെയായിട്ട് പ്രോസസ്സിംഗ് 5 രൂപ പ്രോസസ്സിംഗ് കാണിക്കുന്നിടത്തോട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. മുകളിൽ നമുക്ക് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് നമുക്ക് പേയ്മെൻ്റ് ആയിട്ടുണ്ടല്ലേ. പേയ്മെൻ്റ് ആയത് കാണിക്കുന്നുണ്ട്. 5 രൂപ പേയ്മെൻ്റ് ആയത് കാണിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ ഒരാൾക്ക് ചെയ്തെങ്കിൽ അതായത് നമ്മൾ ആർക്ക് ചെയ്തോ അവരുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആര് മുഖാന്തരമാണ് ഈ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളെ പേയ്മെൻറ്റ് ചെയ്യാൻ സഹായിച്ചത് ആരാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകമായിട്ട് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. UPI സർക്കിൾ മുഖാന്തരമാണ് ഇത് ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.